ഡേവിച്ചനും അന്നക്കുണ്ണും ഇന്ന് ഭയങ്കര സ്നേഹത്തിലാണ്. രാവിലെ ഫുള്ള് വഴക്കായിരുന്നു രണ്ടുപേരും തമ്മിൽ. അനിയൻ ചേച്ചിയുടെ വയറിൽ മാന്തിപ്പറിക്കുകയൊക്കെ ചെയ്തു. നല്ല കരച്ചിലായിരുന്നു കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ. അതിൽ പിന്നെ വന്നിട്ട് കുളിച്ചിറക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നല്ല സ്നേഹമാണ്. ചേച്ചി ബുക്ക് കാണിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു എല്ലാം. അനിയൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹം കൂടിയിട്ട് അനിയൻ ഭയങ്കരമായിട്ടും ഉമ്മ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ചേച്ചി അത് തടയുകയും ചെയ്യുന്നുണ്ട്. അവന് സ്നേഹം കൂടുമ്പോൾ അവനിങ്ങനെയാണ്. അതിനുശേഷം പിന്നെ പഠിക്കാനുള്ള സമയമായി. അമ്മയാണ് അവരെ പഠിപ്പിക്കുന്നത്. മൂത്തയാളും ഇളയാളും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്, ഹോംവർക്ക് ചെയ്യുന്നതൊക്കെ. മൂത്തയൊക്കെ മലയാളത്തിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ അമ്മ അത് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അമ്മ എനിക്ക് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. മലയാളം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. അതാ. പിന്നെ ഞാൻ ആ സമയം അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നിരോഷയിൽ നിന്ന് പുറത്ത് പോയി കോളേജിൽ പോയിട്ട് വന്ന വഴിക്ക് നിരോഷ ഒരു ക്ലോത്ത് എടുത്തിട്ട് വന്നു. നൈറ്റി മെറ്റീരിയലായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ കൂടി ഇടുന്ന ഫ്രോക്ക് ഉണക്കത്തെ ഡ്രസ്സ് തയ്ക്കാനായിരുന്നു പ്ലാന്. അങ്ങനെ തയ്ച്ചു. ബട്ട് മെഷീന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് ഫുള്ളങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി താഴത്തെ ഫില്ലൂടെ വെക്കണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പെരുമ്പാവൂർക്ക് പോകുമായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ മഴയൊക്കെ തോർന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി അങ്ങനെ നിൽക്കാൻ. ഒത്തിരി നാളുകൂടിയാണ് ഞാൻ രാവിലെ അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ VS അച്യുതാനന്ദൻ മരിച്ച് പോയതിൻ്റെ ഫ്ലക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ അവിടുന്ന് ബസ് കിട്ടി. ഞാൻ എന്നിട്ടിപ്പോൾ കുറവലങ്ങാട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ബസ്സിന്. പിന്നെ എനിക്കൊരു KSRTC കിട്ടി. ആ KSRTCയിൽ ഞാൻ നേരെ പെരുമ്പാവൂർക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KSRTCയിൽ ചെറിയൊരു തണുപ്പൊക്കെ അടിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. കാര്യമായിട്ട് മഴയില്ലായിരുന്നു. അതുകൊണ്ട് വലിയ മീൻസ് നമ്മളങ്ങ് വെള്ളത്തിലങ്ങ് കുതിർന്ന് ഒരുമാതിരി ആയില്ല. രാവിലെ ഞാൻ കുളിച്ചിട്ട് പോയതുകൊണ്ട് നല്ല രസമായിരുന്നു. തലയൊക്കെ തണുത്ത്. എന്നിട്ട് ഈ പുറത്തുനിന്നുള്ള ഈ തണുത്ത കാറ്റുകൂടെയൊക്കെ അടിക്കും.